ഇന്നലെ മുതൽ യു.ഡി.എഫ് സർക്കാർ വാക്ക് പറഞ്ഞതുപോലെ പ്രിയദർശിനി പദ്ധതി പ്രാബല്യത്തിൽ വന്നു. അന്നേരം മുതൽ ഇടത് പാർട്ടിക്കാരും CPM-ഉം BJP-യും ഇതിനെ എങ്ങനെയൊക്കെ തകർക്കാൻ നോക്കാമോ അതിനൊക്കെ ശ്രമിക്കുന്നുണ്ട്, ഇതിനെ നെഗറ്റീവായിട്ട് കാണിക്കാൻ വേണ്ടി. ഇന്ന് ഞാൻ ഒരു മാധ്യമ ചാനൽ കണ്ട്, അതായത് CPM അനുകൂല ഒരു 2 ചാനൽ കണ്ടിരുന്നു. മാധ്യമ പ്രവർത്തകരെ ബസ്സിൽ നിന്ന് CP ജോൺ ഇറക്കി മാധ്യമ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി UDF ഈ പദ്ധതി കബളിപ്പിക്കുകയാണ് ജനങ്ങളെ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിനെ തകർക്കാൻ ഇടതും ഇതും നിന്ന് പരമാവധി നോക്കുന്നുണ്ട് ഇവരല്ലേ. അതെ, 10 വർഷം CPM-ന് വേണ്ടി അല്ലെങ്കിൽ LDF-ന് വേണ്ടി ഓശാന പാടിയ ഇടത് അനുകൂല ചാനലുകൾ ഇപ്പോൾ ഓവർ ടൈം പണിയെടുക്കുകയാണ്. ഇന്നലെ മുതൽ എല്ലാ KSRTC ബസ്സുകളിലും അല്ലെങ്കിൽ KSRTC സ്റ്റാൻഡുകളിലും ബസ് സ്റ്റാൻഡുകളിലും ചെന്ന് ഓരോ യാത്രക്കാരോടും പിടിച്ചു നിർത്തി ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, ഇപ്പോൾ ബസ് കുറവല്ലേ, ഫാസ്റ്റ് പാസഞ്ചറിൽ സൗജന്യം വേണമെന്ന അഭിപ്രായമുണ്ടോ? അപ്പോഴെല്ലാം ജനങ്ങൾ പറയുന്നത്, ഇതുവരെ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു അവസരം, ഒരു അവകാശം, ഞങ്ങൾക്കുള്ള അവകാശം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവകാശം ലഭിച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഒരു സൗജന്യ യാത്ര എന്ന ഞങ്ങളുടെ അവകാശം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പടിപടിയായിട്ട് എല്ലാ ബസ്സുകളിലും ഉയർത്തുമെന്ന് മുന്നേ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള 100 ദിവസത്തെ ഒരു യാത്ര, അതിന് തുടക്കം കുറിക്കുന്നത് ഓർഡിനറി ബസ്സുകളിലാണ്. അതിന് സിറ്റി ഫാസ്റ്റ് ബസ്, പിന്നെ പ്രിയദർശിനി സൗജന്യ യാത്രാ ബസ് എന്ന് 2 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എല്ലാ മാധ്യമങ്ങളും എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇത് ഒരു മീഡിയയിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതായത് പ്രിയദർശിനി സൗജന്യ യാത്ര പൊളിഞ്ഞു, അല്ലെങ്കിൽ ഇതൊരു തട്ടിപ്പാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ചിലർ ഓവർ ടൈം ഡ്യൂട്ടി എടുക്കുന്നുണ്ടെന്നാണ്. ഇപ്പോൾ ഒരു വെയിലത്താണ് ഇവർ മൈക്കും പിടിച്ച് ഓരോ യാത്രക്കാർക്കിടയിലും ചെന്ന് ചോദിക്കുന്നത്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ഇവർ പ്രതീക്ഷിച്ച മറുപടിയല്ല. അപ്പം അതൊക്കെ ആ ഒരു മൈക്ക് പൂട്ടി തിരിച്ച് ഓഫീസിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. എങ്കിലും ചിലരിൽ നിന്ന് അതായത് പറഞ്ഞു വെച്ച പോലെ 1-2 നെഗറ്റീവ് കമൻറ്റ് കണ്ടു. അതായത് ഇത് ഞങ്ങൾക്ക് ഇനിയും വേണമായിരുന്നു, അതായത് ഫാസ്റ്റ് പാസഞ്ചറിലും വേണമായിരുന്നു, അല്ലെങ്കിൽ ആദ്യ ദിവസം തന്നെ കൊടുത്ത് ഈ യാത്ര പരാജയമാണ് എന്ന രീതിയിലുള്ള ഇവർ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഇവർ പറഞ്ഞു വെച്ചതുപോലുള്ള ഓരോ കമൻറ്റുകൾ കിട്ടി. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കി, പക്ഷെ അത് ഏറ്റില്ല, 8 നിലയിൽ പൊട്ടുകയാണ് ഉണ്ടായത്. അതേപോലെ PK ശ്രീമതി, അതായത് CPM-ന്റെ ഒരു നേതാവാണല്ലോ, PK ശ്രീമതി പറഞ്ഞു 6 മണി വരെ ബസ് നൽകുന്നുള്ളൂ എന്ന്. പിന്നീട് അവര് തിരുത്തിയൊക്കെ പറയുകയൊക്കെ ചെയ്തു. അതായത് രാവിലെ 9 മണി മുതൽ എന്നത് മാറ്റി രാവിലെ 6 മണി മുതലാക്കണം സൗജന്യ യാത്ര എന്ന് PK ശ്രീമതി ആ ഒരു പ്രസ്താവന പറഞ്ഞു. പക്ഷേ മീഡിയ തന്നെ പറഞ്ഞു, ഇതിൽ സമയക്രമമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അതുമാത്രമല്ല, യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ വയസ്സോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒന്നും, നിബന്ധനകളോ ഒന്നും വെച്ചിട്ടില്ല. പക്ഷെ അവിടെ നാക്ക് കടിച്ചു. സോറി, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. ഈ ഒരു അബദ്ധമാണ് ഈ ഒരു CPM അല്ലെങ്കിൽ ഇതുപോലുള്ള ഇടത് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സഹാക്കന്മാരുടെ ഏറ്റവും വലിയ ശാപം. അത് പൊതുജനങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ആണ്. കാരണം ഇവർക്ക് നാക്ക് പിഴയ്ക്കുന്നത് അല്ലെങ്കിൽ ഇവരെ അറിയാതെ ഇവരുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരുന്നത് അറിയാൻ ജനങ്ങൾ അത് എന്റർടൈൻമെന്റ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ കണ്ടാൽ മതി. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം മരമുറി ചാനലായാലും അല്ലാതെ പാർട്ടിയുടെ ഒഫീഷ്യൽ ചാനലായാലും അവർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊന്നും ഈ 10 വർഷത്തിന് മുമ്പുള്ള മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യം അല്ലെങ്കിൽ കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചോ ഒന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇരുന്നപ്പോൾ എഴുതി കൊടുത്തിരുന്ന 4 ചോദ്യങ്ങൾക്ക്, അതും പാർട്ടി ചാനൽ എഴുതി കൊടുത്ത 4 ചോദ്യങ്ങൾക്ക് അത് വായിച്ചുത്തരം പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ നേരത്ത് ഒരു ജേർണലിസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് സ്വഭാവമാണ് കാണിക്കുന്നത്, നിങ്ങൾ എന്ത് മര്യാദയാണ് കാണിക്കുന്നത്, അത് ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് മണ്ടന്മാരാക്കുകയാണോ എന്ന രീതിയിലുള്ള ചോദ്യം ചോദിക്കാനുള്ള ആർജവമുള്ള ജേർണലിസ്റ്റുകളും ഉണ്ട്. ഈ CPM ഭരിച്ച അല്ലെങ്കിൽ 10 വർഷം CPM ഭരിച്ചുകൊണ്ട് മാത്രം തഴച്ചു വളർന്ന ഒരു കോർപ്പറേറ്റ് ചാനൽ അവിടെയുണ്ട്, കോർപ്പറേറ്റ് ചാനലല്ലാതെ ഉശിരുള്ള ജേർണലിസ്റ്റുകൾ ഉണ്ടെന്ന് തെളിയിച്ച് നൽകുന്നതും ഇതുപോലുള്ള ഓരോ ജേർണലിസ്റ്റുകളാണ്.
അപ്പം പി കെ ശ്രീമതിയുടെ മറ്റൊരു പ്രസ്താവനയാണ് വടക്കൻ മേഖല, അതായത് മലബാറിലൊന്നും ഓർഡിനറി ബസ്സുകൾ കുറവാണ്, അവിടുത്തെ സ്ത്രീകൾക്ക് എന്താ ഈ അവകാശമൊന്നും ഇല്ലേ എന്നുള്ള രീതിയിൽ. ഈ 10 വർഷം ഭരിച്ചിട്ട് അവിടെ ഉള്ളവർക്ക് ഒരു ഓർഡിനറി ബസ് നൽകാനൊന്നും ഇവർക്ക് തോന്നിയില്ലേ? അതോ ഇപ്പൊ ഈ അതായത് KSRTCയുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഗ്രാമമുണ്ട്, എല്ലാ ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ എല്ലാ റൂറൽ ഏരിയകളിലും ഓരോ പ്രദേശത്തെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ബസ്സുകൾ പദ്ധതി ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് ഈ ഒരു LDF സർക്കാർ അല്ലെങ്കിൽ കഴിഞ്ഞ ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ എന്തുകൊണ്ട് ആ ഒരു വടക്കൻ മേഖലകളിൽ ഇതുപോലെ ബസ് ഉപയോഗിച്ചിരുന്നില്ല? അതൊരു പ്രസക്തമായ ചോദ്യമല്ലേ, ഇവരോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് വടക്കൻ മേഖലയിലേക്ക് ഒരു ഇതുപോലെ ഓർഡിനറി ബസ്സുകൾ എന്തുകൊണ്ട് അനുവദിച്ചില്ല? അങ്ങോട്ട് മാറ്റി വെച്ചിട്ടില്ല കുറച്ച് ബസ്സുകൾ? അവിടെ യാത്രാക്ലേശമില്ലേ? അവിടെ സാധാരണക്കാരല്ലേ? അവിടെ ദിവസം തൊഴിലിന് പോകുന്ന ആൾക്കാരില്ലേ? അവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടായില്ലേ? ഇതെല്ലാം ഇവർ അങ്ങോട്ട് ചോദിക്കുന്നത് ഇവരോട് തിരിച്ചു കൊത്തുകയാണ്. അതായത് ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തിരിച്ച് അങ്ങോട്ട് ചോദിച്ചാൽ അവർ മിണ്ടാതിരിക്കത്തേ ഉള്ളൂ. കാരണം ഇവർ ചെയ്തിട്ടില്ല. ഈ ചെയ്തു വരുന്നവരോടാണ് നിങ്ങൾ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാൻ ഈ ഇടത് സഖാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു വ്യഗ്രത. കാരണം വെളുപ്പിക്കണമല്ലോ. അതായത് 10 വർഷം ചെയ്ത ദ്രോഹങ്ങളെല്ലാം വെളുപ്പിക്കണം. ആ വെളുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം കുഴിച്ചു മൂടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം കുത്തിപ്പൊക്കാനുള്ള ആൾക്കാരും മറുവശത്തുള്ളതെന്ന് അത് മറക്കരുത്. പി കെ ശ്രീമതി മറ്റൊരു കാര്യമുണ്ട്, പെൻഷൻ, സ്ത്രീകൾക്ക് പെൻഷൻ നൽകുന്നില്ല, സ്ത്രീകൾക്ക് പണം നൽകാതെ ഫ്രീ സൗജന്യം നൽകിയിട്ടൊക്കെ എന്താണ് കാര്യം? അതായത് എങ്ങനെങ്കിലും സ്ത്രീകളെ ഇതിൽ നിന്ന് എതിർപ്പിക്കണം, അതായത് ഇത് എതിർത്ത് സംസാരിക്കണം, അതിനുവേണ്ടി ഒരു ഇടം വല നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ പി കെ ശ്രീമതിയോട് ഒരു കാര്യം ചോദിക്കണം. അപ്പോൾ ഈ 250 ദിവസത്തിന് മേളിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ സമരം ഇരുന്നിരുന്നു. അപ്പോൾ ഈ പി കെ ശ്രീമതി എവിടെയായിരുന്നു? 277 ദിവസമാണെന്ന് തോന്നുന്നു കറക്റ്റ്. അവിടെ ആശാ പ്രവർത്തകർ അവരുടെ ന്യായമായുള്ള അല്ലെങ്കിൽ ഒരു 100 രൂപയെങ്കിലും കൂട്ടിത്തരണമെന്നുള്ള അപേക്ഷയോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴയും വെയിലും അതുപോലെയുള്ള ഈ ഒരു പോലീസിന്റെ അതിക്രമവും സഹിച്ച്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള CPI നേതാക്കളുടെ ആട്ടും തുപ്പും സഹിച്ച് അവിടെ കുടില് കെട്ടി സമരം നടത്തി. ഓണത്തിന്റെ സമയത്ത് പോലും അവർ പട്ടിണിക്കഞ്ഞി വെച്ച് സമരം നടത്തി. അപ്പോഴൊന്നും ഈ ശ്രീമതിയുടെ ഒന്നും കണ്ണിൽ ആരും പെട്ടില്ല. ഈ അവരൊന്നും സ്ത്രീകളുടെ ലിസ്റ്റിൽ പെട്ടതല്ലേ? ഇപ്പൊ പെട്ടെന്ന് എവിടെ നിന്ന് ഒരു സ്ത്രീപക്ഷപരമായിട്ടുള്ള ഒരു പെട്ടെന്ന് ഒരു കെയറിങ് കയറി വന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരു ഇരട്ടത്താപ്പ് എന്നുള്ളത്. ഇപ്പം നമ്മുടെ കേരളത്തിലൊരു പദ്ധതി വന്നു, അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട, പക്ഷെ ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു കാര്യങ്ങൾ നൽകി അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ ഇറക്കി വിട്ടു എന്നുള്ള രീതിയിൽ ചീപ്പായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കി വരുന്നില്ല. അത്രയും അധപ്പതിച്ചു പോയ ഒരു ചാനലെന്ന്. ഈ മാധ്യമപ്രവർത്തകരെ കിടക്കുപുറത്ത് എന്ന് പറഞ്ഞുള്ള ചരിത്രമുള്ള ഒരു മുൻ മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം UDF മന്ത്രിമാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ മന്ത്രിസഭയിലെ അംഗങ്ങൾ തികച്ചും ജമ്മെന്ന് വേണം പറയാം. അതുപോലെ അധിക്ഷേപപരമായിട്ടുള്ള ഒരു പരാമർശമോ അല്ലെങ്കിൽ അഹങ്കാരമോ കാണിക്കാത്ത, പരമാവധി ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്ന കുറച്ച് നേതാക്കളുടെ ഒരു കൂട്ടമാണ് ഇപ്പോഴത്തെ ഇപ്പോൾ നിയമസഭയിൽ ഉള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ബാലൻസ് പോകുന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പാർട്ടി അനുകൂല ചാനലുകൾക്ക് 24 hours ഒരു ഓവർ ടൈം പണിയെടുത്ത് ഇവരെ എങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കാമോ അങ്ങനെ അതെല്ലാം ചെയ്യുന്നത്. ഇന്നലത്തെ ഒരു പ്രമുഖ ചാനൽ, അതായത് ആ കോർപ്പറേറ്റ് ചാനലിന്റെ ആ ഒരു റിപ്പോർട്ടറുടെ ആ ഒരു പറഞ്ഞു വെച്ച പോലെ ഒരു ക്യാമ്പയിൻ നടത്തിയെന്ന് പറഞ്ഞില്ല. എനിക്കത് കണ്ടപ്പോൾ മറ്റൊരു കാര്യമാണ് ഓർമ്മ വന്നത്. അതായത് നമ്മുടെ ഇലക്ഷൻ സമയം തിരുവനന്തപുരത്ത് നിയമ സ്ഥാനാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമ MLA രാജീവ് ചന്ദ്രശേഖർ ഭരണത്തിൽ വരണം എന്ന് പറഞ്ഞ് ഒരു കൂട്ടം യുവാക്കൾ, അതും NITയിൽ നിന്നുള്ള യുവാക്കൾ തിരുവനന്തപുരത്തെത്തി. രാജീവ് ചന്ദ്രശേഖറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച ഒരു കൂട്ടം യുവാക്കൾ കേരളത്തിന് ആകെ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഇവരിത് എവിടെ നിന്ന് വന്നു, ഇവരെന്താ ഈ പറയുന്നത്, ഇതെല്ലാം നോക്കി അവസാനം ഇവരുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതെല്ലാം ചെകഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ ഒരു PR ഏജൻസിയുടെ ഭാഗമായി ഒരു കൂട്ടം ABVP പ്രവർത്തകർ, അതായത് ഗുജറാത്തിലും എവിടെ NITയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ABVP പ്രവർത്തകരായ തിരുവനന്തപുരം സ്വദേശികളായ കുറച്ച് യുവാക്കളെ അവിടെ ഹയർ ചെയ്തിരിക്കുകയാണ്. എന്തിനാണ്? രാജീവ് ചന്ദ്രശേഖറിന് ഹൈപ്പ് കൊടുക്കാൻ. അപ്പം അതുപോലുള്ള ഒരു ഹൈപ്പല്ലേ ഇവിടെ ഈ ഒരു മീഡിയ കോർപ്പറേറ്റും കാണിച്ചത്. അതായത് ഇവരുടേതായിട്ടുള്ള കുറച്ച്
ആൾക്കാരെ അവിടെ നിർത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് അനുകൂലികളെ നിർത്തിയിരിക്കുകയാണ്. എന്താണ് സ്ത്രീകളുടെ സൗജന്യ യാത്ര ഇത് UDF സർക്കാർ ഏർപ്പെടുത്തിയ പദ്ധതി പൊളിഞ്ഞു എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇത് രണ്ടും ഏതാണ്ട് ഒരുപോലെയല്ലേ പോകുന്നത്?